ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവതിന് ചെമ്പന്നൂർ പൂവിലെ നാളത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്തു. അങ്ങനെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിൻ്റെ ഏവതിയും കൂടി ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചി പറഞ്ഞു, എടി അവൾ ഉറപ്പായിട്ട് എടുത്ത ക്യാഷ് അവൾ എടുത്തുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ അകത്ത് അവളിങ്ങനെ ഈ ഉരുണ്ട് കളിക്കുന്നത്. അല്ലെങ്കിൽ ഒരാളെടുത്ത സാധനം പിന്നെ ആവർത്തിച്ച്, അതായത് ഒരാളെടുത്ത സാധനം ചോദ്യചിഹ്നമായിട്ട് വരുമ്പോഴത്തേക്ക് അവർ തിരിച്ചവിടെ എത്തിച്ചേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പോലീസ് കേസും കാര്യങ്ങൾ ആകും. അതുകൊണ്ട് നിനക്കറിയില്ല, അമ്മയുടെ സ്വഭാവം അറിയില്ല. അമ്മ ഇതിൻ്റെ മസ്റ്റായിട്ട് പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ അവൾക്കൊരു താങ്ക്സ് പറ എന്ന് പറയാം. താങ്ക്സ് എനിക്ക് മനസ്സിലായില്ല സച്ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക്, നീ അവളോട് സംസാരിക്കുമ്പോൾ താങ്ക്സ് പറയുമ്പോഴത്തേക്ക് എന്തിനാന്ന് കാര്യം ചോദിക്കും. അപ്പം നീ കാര്യങ്ങൾ വിവരിച്ച് പറയണം. വിവരിച്ച് പറയുമ്പോഴത്തേക്കും അവളുടെ മുഖത്തിലുള്ള ഭാവവ്യത്യാസം നമുക്കറിയാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവളാണോ കട്ടത്, അല്ലെങ്കിൽ അവളാണ് ക്യാഷ് എടുത്ത് മാറ്റിയത്, പിന്നീട് രണ്ടാമത് അതിന് വേണ്ടിയാണ് ക്യാഷ് കൊണ്ട് കൊടുത്തതെന്നൊക്കെ മനസ്സിലാകുമെന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ശരി സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രേവതി നമ്മുടെ അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഒരു സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയും കൂടെ റൂമിലിരിക്കുകയാണ്. ശ്രുതിയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബീരാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ബീരാനെ നമ്മുടെ സച്ചിയും രേവതിയും കണ്ടു കഴിഞ്ഞാൽ അടുത്ത വിഷയം ഉറപ്പാണ്, അടിയും പ്രശ്നം ഉറപ്പാണ്. കാരണം കഴിഞ്ഞാൽ കാശിന് ബീരാൻ ഇറക്കിയതാന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പെടുത്തും കിട്ടുന്നത്. ഇറച്ചിക്കടയിൽ വെച്ച് ഇയാളെ കണ്ടു കഴിഞ്ഞ് വീരനെ കണ്ടു കഴിഞ്ഞാൽ ആകെ വിഷയമാകുക എന്നുള്ള രീതിയിലൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്തോ ടെൻഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷനില്ല. ഇല്ല നിനക്ക് എന്തോ ടെൻഷൻ ഉണ്ട്. ശ്രുതി ആവശ്യമില്ല സംസാരിക്കാതെ നീ നിൻ്റെ കാര്യം നോക്കുക, കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രുതി എസ്കേപ്പ് അടിക്കുന്നുണ്ട്. അതിന്മേൽ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ വർഷ കയറി വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഉണ്ട് ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ പാചകം ചെയ്യുന്നത് എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. നല്ല തന്നെ, എനിക്ക് എന്നാ വേണ്ടെന്ന് പറയുമ്പോൾ, ഞാൻ ചേച്ചി ഫുഡൊക്കെ ഇത്തിരി കുറച്ച് വെച്ചേക്കുന്നത്. എന്നാ ഫുഡ് കുറച്ച് വെച്ചേക്കുന്നത്? അത് വേറെ ഒന്നല്ല, ഇത്തിരി വണ്ണം കൂടുതലാണെന്നൊക്കെ എന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്. നിനക്ക് വണ്ണമൊന്നുമില്ല, ന്യായമായിട്ടുള്ള വണ്ണമൊക്കെ ഉള്ളു പറയുമ്പോഴത്തേക്ക്, ഇല്ല അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ എന്നെ കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, നീ എന്താണെന്ന് പറഞ്ഞു, നിനക്ക് വണ്ണമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇല്ല ഞാൻ ഡയറ്റിൽ അയച്ച് എല്ലാ കൊഴുപ്പടങ്ങിയതും ഇത്തിരി ഹെവി ഫുഡൊന്നും കഴിക്കുന്നില്ല, ലൈറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്. രേവതി പറയുവാണ്, ശ്രുതി താങ്ക്സ് കേട്ടോ എന്ന് പറയുമ്പോൾ, താങ്ക്സോ എന്തിനാ രേവതി താങ്ക്സ്? അല്ല, മാമ എൻ്റെ അടുത്ത് പോയിട്ട് 2 ലക്ഷം രൂപ കൊടുത്തില്ലേ, ആ 2 ലക്ഷം കൊടുത്തതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരമുണ്ട്. ഞാൻ രക്ഷപ്പെടണം, പിന്നെ ഈ വീട്ടിൽ വിഷയങ്ങളൊക്കെ മാറണമെന്നൊക്കെ ബാബാൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ ബാബാൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട മാധ്യമങ്ങൾക്ക് അതൊന്നും ഞെട്ടല. ഇനിയിപ്പം എന്താ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഉടനെ വർഷം ചോദിക്കും, ഇതിൻ്റെ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷം പറയാം, അതെ ശരിക്കും പറയുമ്പോൾ അവിടെ 2 ലക്ഷം രൂപ കളഞ്ഞു പോയി. ആ 2 ലക്ഷം രൂപ പിന്നെ എനിക്ക് വിഷയമൊന്നും ഉണ്ടാക്കണമെന്ന് ഓർത്ത് നമ്മുടെ ശ്രുതി കൊണ്ട് അവിടെ 2 ലക്ഷം രൂപ കൊടുത്ത് അത് മാല എങ്ങാണ്ട് വിറ്റിട്ടാന്ന് പറഞ്ഞ്, താലിമാല വരെ വിറ്റിട്ട് എനിക്ക് വേണ്ടി ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക്, അങ്ങനെയാണ് ചെയ്തു, അത് ഭയങ്കരമാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, പിന്നെ ബാമാൻ്റെ പ്രത്യേകിച്ച് പറയുകയും ചെയ്തു, ശ്രുതി നല്ല കൊച്ചാണ്, നല്ല രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള കൊച്ചാണ്, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി സഹായം ചെയ്തതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ശ്രുതി പറഞ്ഞു, കുഴപ്പമില്ല, എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട്, ഇതിപ്പം അപ്പം അങ്ങനെ അവിടെ ഇരിക്കുന്ന 2 ലക്ഷം രൂപ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ആ 2 ലക്ഷം രൂപ വേറെ ആരെങ്കിലും എടുത്ത് കാണും. അപ്പോൾ ആ 2 ലക്ഷം രൂപ എടുത്ത ആളാരാന്ന് ചോദിക്കും. അപ്പോൾ അതിപ്പം എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്? അതിപ്പോൾ ഒരു മാർഗ്ഗമുണ്ട്. ആ വീട്ടിലേക്ക് ആരൊക്കെയാണ് പോയത്, അന്നത്തെ ദിവസം ആരൊക്കെയാണ് അവിടെ വിസിറ്റ് ചെയ്തതെന്ന് അറിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയും അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയും. ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ പോലീസ് കേസും കാര്യങ്ങളൊക്കെ വന്നു ഞങ്ങളുടെ ഷോറൂം ആദ്യം ഇതെല്ലാം ഭയങ്കര വിഷയം ഉണ്ടാകും. പിന്നെ ഇവിടെ പോലീസ് കയറി ഇറങ്ങും. ഏതൊക്കെയാലും കിട്ടിയ കാശ് കൊടുത്ത കാശ് പോയ കാശ് തിരിച്ച് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നുണ്ട്. ഉടനെ പെട്ടെന്ന് ശ്രുതി പോയി കഴിയുമ്പോഴത്തേക്ക് സച്ചിയോട് പോയി രേവതി പറയാം, സച്ചിയേട്ടാ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അതായത് ശ്രുതിയാണ് കട്ടെടുത്തതെന്ന് തോന്നുന്നു. കാരണം ഞാൻ അങ്ങനെ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ താങ്ക്സ് പറഞ്ഞപ്പോൾ തന്നെ എന്തിനാ താങ്ക്സ് പറഞ്ഞത്, പിന്നെ വിവരം പറഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശ്രുതി പറയുവാണ്, ശ്രുതിയുടെ മുഖത്തുള്ള ഭാവങ്ങൾ മുഴുവൻ വ്യത്യാസമാണെന്ന് പറയുന്നത്. അതേടി സച്ചി പറയാം, അതെ അവൾ തന്നെ കട്ടെടുത്ത്, അവളല്ലാതെ വേറെ ആരും എടുക്കത്തില്ല, എനിക്ക് നല്ല രീതി ഉറപ്പുണ്ട് എന്നുള്ള രീതിയിൽ പറയുവാണ്. ഇതിന് ഇപ്പം നിനക്കറിയാമല്ലോ, ഇത് ഈ വിഷയം
അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ട് കേസ് കൊടുക്കുമെന്ന് അറിയാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവളവളുടെ മാലയൊക്കെ പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാലയൊക്കെ വിറ്റിട്ട് കൊണ്ട് ചെയ്തേക്കുന്നത്. ഇനി എന്താ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നുള്ള രീതി സച്ചി പറയുന്നുണ്ട്. അവിടെ രേവതി പറയും എന്തിനാ വേറെ കാരണം കാശൊക്കെ തിരിച്ചു വിട്ടില്ല, എൻ്റെ പേരിലുള്ള പേരുദോഷം മാറി എന്ന് പറയുമ്പോഴത്തേക്ക് ആ പെരുങ്കളി എന്തിനാ ഇവിടെ നിർത്തുന്നേ, അവളെ അടിച്ചോടിക്കണം, അവൾ ചെയ്ത തെറ്റിന് നീ എത്ര ദിവസം അനുഭവിച്ചാൽ, നിന്നെ അമ്മ ഇട്ട് ഇവിടെ ഇട്ട് ചട്ടിയിലിട്ട് വരട്ടുന്ന പോലെ വരട്ടിയില്ല. അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ കെട്ടിയവരായിട്ടിരുന്നിട്ട് ഇവിടെ കാരണം ഞാനിത് അനുഭവിച്ചോളൂ, ഞാനും കുറേ നാളായിട്ട് നിന്നെ അമ്മ ഇട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. ഇതിനൊക്കെ കാരണക്കാരായിട്ടിരിക്കുന്ന ഇവരൊക്കെ അല്ലേ, ഇവരൊക്കെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എന്നുള്ള രീതി ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതേപോലെ തന്നെ ശ്രുതി പോയി മീരയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കാരണം ഇന്ന പോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് മീര പറയുക നിനക്ക് പണിക്ക് മേലെ പണി വന്നുകൊണ്ടിരിക്കണം, എന്നാൽ കള്ളത്തിൻ്റെ നീ കാണിക്കുന്ന ഓരോ കള്ളത്തിനും തന്നെ പൊട്ടി പൊളിഞ്ഞ് വാണിഷായിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഏത് ലെവലിൽ എത്തുമെന്ന് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് മാക്സിമം നീ ഇതിൻ്റെ അകത്ത് ഇനിയെങ്കിലും എസ്കേപ്പ് അടിച്ച് നിൽക്കാൻ നോക്കുന്നൊക്കെ പറയും. ബീരാൻ്റെ കഥ, പിന്നെ അതുപോലെ ഈ മാലയുടെ കഥ, മാല വിറ്റ് ക്യാഷ് ഉണ്ടാക്കിയ കഥ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ആൻ്റണിയും നവീൻദാസ് എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നിൻ്റെ കാര്യം പോക്കാടി എന്നൊക്കെ പറഞ്ഞ് നീ ജയിലിൽ തന്നെ, നിൻ്റെ ജീവിതം ജയിലിൽ തന്നെ എന്നുള്ള രീതി നമ്മുടെ ഇവർ പറയുന്നുണ്ട്. മീര പറയുന്നുണ്ട്. അതുപോലെ എന്നിട്ട് ശ്രുതി എന്നിട്ട് പെട്ടെന്ന് ഇവിടെ പോകുന്നുണ്ട്, മാമാൻ്റിയോട് ചെന്നിട്ട് മാമാൻ്റി ആൻറ്റിയോട് ഞാൻ പറഞ്ഞതല്ലേ, പറയരുതെന്ന് പറഞ്ഞതല്ലേ എന്നുള്ള. മോളെ നീ ചെയ്ത കാര്യം എന്തിനാ പറയാണ്ടിരിക്കുന്നത്, നീ നല്ല കാര്യം ചെയ്തു, അതിപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഇരിക്കുന്ന ഒന്നും പേടിക്കാനില്ല, നീ ധൈര്യത്തോടെ പൊക്കോ, അതെല്ലാം കൊണ്ടും നല്ലതാ വരുത്തുള്ളൂ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് നാളത്തെ വിശേഷം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ഇടാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.